പ്രിയപ്പെട്ടവരെ, വന്ദേ മാതരം. മഹാത്മാഗാന്ധിയുടെ 75ാം രക്തസാക്ഷി ദിനമാണിന്ന്. അതോടൊപ്പം നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി രാജ്യത്ത് നാം ഏറ്റെടുത്ത ഒരു പരമപ്രധാനമായ യുദ്ധമാണ് ഖാദി പ്രചരണം എന്നത്. ഖാദി പ്രചരണത്തിൻ്റെ 100ാം വാർഷികവുമാണിത്. ഈ ദിവസം നമ്മുടെ രാജ്യം സമുചിതമായി ആചരിക്കുകയാണ്. മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വം വരിച്ചതിൻ്റെ 75ാം വാർഷികത്തിൽ നിന്നുകൊണ്ട് നാം പിന്നോട്ട് നോക്കുമ്പോൾ ഗാന്ധിജി എന്തായിരുന്നു, ഗാന്ധിജി നൽകിയ സന്ദേശം എങ്ങനെയാണ് നമ്മെ സ്വാധീനിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ നാം പറയാതെ തന്നെ ഏവർക്കും അറിയുന്ന കാര്യമാണ്. ഓരോ ഭാരതീയൻ്റെയും ചിന്തയിൽ ഗാന്ധിജിയെക്കുറിച്ചുള്ള പരാമർശം കടന്നു പോകാത്ത അവസരങ്ങൾ ഉണ്ടാകാറില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ ഈ അവസരത്തിൽ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഗാന്ധിജി വെടിയേറ്റ് മരിക്കുമ്പോഴും ഗാന്ധിജി ഹേ റാം ഹേ റാം ഹേ റാം എന്ന് ചൊല്ലിക്കൊണ്ടാണ് ഗാന്ധിജി ദിവംഗതനായത്. ഗാന്ധിജി സദാസമയം രാമമന്ത്രം ഉരുവിട്ടിരുന്ന ആളാണ്. ജയരാം ജയറാം ജയറാം എന്ന രാമമന്ത്രം ഉരുവിട്ടിരുന്ന ആളാണ്. ഗാന്ധിജി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വാൽമീകിയുടെ രാമായണമല്ല പിന്തുടരുന്നത്, തുളസീദാസൻ രചിച്ച രാമായണമാണ് എന്നെ സ്വാധീനിച്ചിട്ടുള്ളത്. നോർത്ത് ഇന്ത്യയിൽ പലയിടങ്ങളിലും തുളസീദാസ രാമായണമാണ് വളരെ സ്വാധീന ശക്തിയായി മാറിയിട്ടുള്ളത്. ആ രാമായണത്തിൽ നിന്നാണ് രാമനെ ഞാൻ കണ്ടെത്തിയത്. രാമൻ എൻ്റെ സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാ അവസരത്തിലും രാമൻ്റെ ചിന്തയാണ് എന്നെ സ്വാധീനിക്കുക, രാമമന്ത്രമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ രാമൻ എന്ന് പറയുന്നത് ഹിന്ദുവല്ല, എൻ്റെ രാമന് പ്രത്യേകിച്ച് വിഭാഗീയത ഒന്നുമില്ല എന്നും ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാത്തിലും രാമനെയാണ് കാണുന്നത്, എല്ലാ ചരാചരങ്ങളിലെ എല്ലാ പ്രപഞ്ചത്തിലാകെ ഞാൻ രാമനെ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സദാസമയം രാമരാമ മന്ത്രം ഉരുവിട്ടുകൊണ്ടാണ് ഗാന്ധി ജീവിച്ചത്. ഏത് ജീവിത പ്രതിസന്ധിയിലും തനിക്ക് വഴികാട്ടിയായി നിന്ന മന്ത്രം രാമമന്ത്രമാണ് എന്ന് വളരെ നിർഭയമായി പറയുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ഗാന്ധിജി. നമുക്കെല്ലാവർക്കും രാമമന്ത്രമായാലും ഏത് മന്ത്രമായാലും ഒരു മന്ത്രത്തിൽ ഒരു കാര്യത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് സമൂഹത്തെ മുന്നോട്ട് നയിക്കുവാൻ നമുക്കിടയിൽ നിന്ന മഹാത്മാവ്, നമ്മുടെ രാഷ്ട്രപിതാവ് നമ്മെ വിട്ട് പിരിഞ്ഞിട്ട് 75 വർഷം തികയാണ് ഇന്ന്. ഈ ദിനത്തിൽ നമുക്ക് നമ്മുടെ മഹാത്മാവിനെ, രാഷ്ട്രപിതാവിനെ സ്മരിക്കുവാനുള്ള ഒരു അവസരമാണ് ഭാരതീയ സമാജത്തിൻ്റെ ഈ ചടങ്ങിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്നിവിടെ
2 പേർ സംസാരിക്കും. ഒന്ന് നമ്മുടെ ചീഫ് വെൻഡർ ഡോക്ടർ ഡാർലിമൻ കോശി സംസാരിക്കും. തുടർന്ന് ശ്രീ ചന്ദ്രമോഹൻ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പ്രഭാഷണം നടത്തും. അതിനിടയിൽ മഹാത്മാഗാന്ധിക്ക് തന്നെ ഏറ്റവും പ്രിയങ്കരമായ 1-2 പ്രാർത്ഥനാ ഗാനങ്ങളും ഇവിടെ നമുക്ക് കേൾക്കാവുന്നതാണ്. ആദ്യം ശ്രീ ഡോക്ടർ ഡാർലിമൻ കോശി. ചെയർമാൻ ശ്രീ BS ബാലേന്ദ്രൻ ആൻഡ് സുഹൃത്തുക്കളെ, കുറച്ചു കാലം ഗുജറാത്തിൽ താമസിക്കുകയും സബർമതിയുടെ തീരത്തുള്ള ക്യാമ്പസിൽ ഏതാണ്ട് 9 വർഷം ചിലവഴിക്കുകയും അതിനിടയിൽ പല ആളുകളുടെ കൂടെയും സബർമതി ആശ്രമത്തിൽ പോകാൻ ഇടയാകുകയും ചെയ്തതുകൊണ്ട് കുറച്ച് ഒക്കെ കൂടുതൽ മഹാത്മാഗാന്ധിയെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് വേണം വിശ്വസിക്കാൻ. അപ്പോൾ അതിൽ സബർമതി ആശ്രമത്തിൽ പോകുന്ന ആരെയും നമ്മൾ ഒന്ന് പിടിച്ചു കുലുക്കും. കാരണം അത്രയ്ക്ക് ഒരു ആത്മീയത നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണത്. അങ്ങനെ ഒരു മഹാത്മാവ് കുറേ കാലം കഴിയുമ്പോൾ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നോ എന്ന് തന്നെ ആളുകൾക്ക് സംശയം തോന്നും എന്ന് ഐൻസ്റ്റൈനാണെന്ന് തോന്നുന്നു എഴുതിയത്. അപ്പം അതുപോലൊരു പുണ്യാത്മാവിൻ്റെ മരണം പുള്ളിയുടെ ജീവിതകാലം മുഴുവൻ, രാഷ്ട്രീയ ജീവിതകാലം മുഴുവൻ ഏതായാലും അഹിംസയെക്കുറിച്ച് പറഞ്ഞ ഒരാൾക്ക് ഹിംസയിലൂടെ മൃത്യു സ്വീകരിക്കേണ്ടി വന്നിരുന്ന അവസരം ഒരു ഘാതകൻ കൊല്ലുക എന്ന് പറയുന്ന രാഷ്ട്രീയ ഹിംസ, രാഷ്ട്രീയ കൊലപാതകം 1948 നടന്നത്. പക്ഷെ അതുകൊണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും അവസാനിച്ചില്ല. 48 തിരിച്ചിട്ടാൽ 84 ആവും. 1984 ഇന്ദിരാഗാന്ധിയെ വധിച്ചു. സ്വന്തം സെക്യൂരിറ്റി ഗാർഡ്സ് തന്നെ, അംഗരക്ഷകർ തന്നെ. വെറും 7 വർഷം കഴിഞ്ഞപ്പോൾ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു. അപ്പോൾ 14 പ്രൈം മിനിസ്റ്റർമാരുണ്ടായിരുന്നതിൽ 2 പ്രൈം മിനിസ്റ്റർമാർ രാഷ്ട്രീയ ഘാതകന്മാരെ വധിക്കുകയും രാഷ്ട്രപിതാവെന്ന് നമ്മൾ വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന രാഷ്ട്രപിതാവിനെ തന്നെ കൊലപ്പെടുകയും ചെയ്ത ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു ജനതയുടെ ഭാഗമാണ് നമ്മളൊക്കെ. അപ്പോൾ അതിന് വലിയൊരു സാങ്കത്യമുണ്ട്. രാഷ്ട്രീയ ഹിംസ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, വയലൻസ് ബ്രീഡ് ചെയ്യുന്ന ഒരു അവസരത്തിൽ കൂടിയാണ് രാജ്യം തന്നെ പിറന്നു വീഴുന്നത്. ഖുശ്വന്ത് സിംഗിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാനൊക്കെ വായിച്ചിട്ടുള്ളവർക്ക് അറിയാം എന്തൊരു ഭീകരമായൊരവസ്ഥയിലൂടെയാണ് ഈ വിഭജനം കടന്നുപോയത്. അതിൻ്റെ പരിണിത ഫലങ്ങൾ 1948 ഈ മരണത്തിലൂടെ ഏറെക്കുറെ വലിയൊരു പീക്കിലെത്തുന്നു. ഞാൻ നോക്കുകയായിരുന്നു, ഉദ്ദേശം 40 പ്രധാന രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നു കഴിഞ്ഞ 75 വർഷത്തിനകം ഇന്ത്യയിൽ മാത്രം. അതിൽ തന്നെ കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട 3-4 പേരുടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ലോകത്തിൻ്റെ കാര്യം എടുത്താൽ ജോൺ എഫ് കെന്നഡിയൊക്കെ ഞാൻ വളരുന്ന കാലത്ത് എൻ്റെ അമ്മയൊക്കെ ഇരുന്ന് കരയുന്നവരെ കണ്ടിട്ടുണ്ട്. ജോൺ എഫ് കെന്നഡി മരിച്ച സമയത്ത്, മാർട്ടിൻ ലൂതർ കിങ് മരിച്ച സമയത്ത്. അങ്ങനെ അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു അമേരിക്കൻ പ്രസിഡൻസിലെ 4 പേരെ രാഷ്ട്രീയ കൊലപാതകങ്ങളിലൂടെയാണ് മരിച്ചത്. അപ്പോൾ രാജീവ് ഗാന്ധിയുടെ തന്നെ ഇന്ത്യക്ക് ശ്രീലങ്കയിൽ നടത്തിയ ഒരു ഇൻ്റർവെൻഷൻ്റെ ഫലമായിട്ടാണ് മരണം സ്വീകരിക്കേണ്ടി വന്നത്. അപ്പോൾ മരണത്തിൻ്റെ കാരണങ്ങൾ രാഷ്ട്രീയമായിട്ടാണ് ഉണ്ടാകുന്നത്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ രാഷ്ട്രീയപരമായിട്ടുണ്ടാകുന്ന കൊലപാതകങ്ങളാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, എനിക്ക് തോന്നുന്നു മഹാത്മാഗാന്ധിയാണ് പറഞ്ഞിട്ടുള്ളതാണ്, അതുപോലെ ബൈബിളിലും പറഞ്ഞിട്ടുണ്ട്, ആൻ ഐ ഫോർ ഐ മേക്സ് ഓൾ ദ പീപ്പിൾ ബ്ലൈൻഡ്. ഒരു കണ്ണിന് പകരം കണ്ണ്, അതിന് അങ്ങനെ ഒരു തത്വ സംഹിതയിലൂടെയാണ് നമ്മൾ നീങ്ങുന്നതെങ്കിൽ എല്ലാവരും ഏറെക്കുറെ അന്ധരായിത്തീരും. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ഭാരത് ജോഡോ യാത്രയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. അത് ഇന്നാണ് അവസാനിച്ചിരിക്കുന്നത്, ഇന്ന് ശ്രീനഗറിൽ. അപ്പം അതിലൂടെ ഒരു സാന്ത്വനത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു ആശയുടെയും അല്ലെങ്കിൽ ഒരു സമാധാനത്തിൻ്റെയൊക്കെ ഒരു സന്ദേശവാഹകരായിട്ടാണ് ആ ഒരു യാത്ര. അപ്പൊളിറ്റിക്കലാണ് കൂടുതലായിട്ട് നടന്നത്. അതൊരു നല്ലൊരു
ഒരു മെസ്സേജാണ് ആ യാത്രയും നൽകാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏതായാലും ഇങ്ങനൊരു BSSനെ പോലെ 70 വർഷം പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനം ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഒന്നും വിട്ടുപോകാതെ, ഞാനിവിടെ ഒന്ന് മനസ്സിലാക്കിയെടുത്തുള്ള ഒരു കാര്യം, ഇങ്ങനെയുള്ള ഒരു സന്ദർഭങ്ങളും അതൊരു ചൽത്താഹ ആറ്റിറ്റ്യൂഡിൽ എടുക്കാതെ അതെല്ലാം അതിൻ്റെ സാങ്കത്യം ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും അവരിലേക്ക് അതിൻ്റെ മെസ്സേജസ് എത്തിക്കാനും ശ്രമിക്കുന്നത് ഒരു വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ ലീഡർഷിപ്പ് എടുക്കുന്ന BS ബാലേന്ദ്രൻ അതിനോടുള്ള കമ്മിറ്റ്മെൻറ്റും അങ്ങനെ ആളുകളെ ബോധവൽക്കരിക്കുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ടീമും നിങ്ങളെല്ലാവരും എനിക്ക് തോന്നുന്നു ഇതിലെല്ലാം പങ്കെടുക്കുന്നുണ്ട്. അതൊരു വലിയ കാര്യമായിട്ട് കരുതുന്നു. ഹിംസയുടെ പന്ഥാവിൽ നിന്നും അഹിംസയുടെ പന്ഥാവിലേക്കും വയലൻസ് എന്ന് പറയുന്ന ഒരു എല്ലാ സിമ്പിളും, എൻ്റെ മകൻ ഒരു ദിവസം ഗുജറാത്തിൽ വന്നപ്പോൾ കാറിലിങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ എല്ലായിടത്തും എന്നോട് പറഞ്ഞു, അന്ന് വൈകിട്ടത്തെ കാര്യം ഇതാണ്, ഇവിടെ എല്ലാ സിറ്റിയിലെ എല്ലാ റോഡുകളിലും വയലൻസിൻ്റെ സിമ്പിൾസ് ആണോ കാണുന്നത്? അതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഗോദ്ര റൈറ്റ്സ് കഴിഞ്ഞ കാലത്താണ് വന്നത്. അപ്പം അത് വയലൻസിൻ്റെ സിമ്പിൾസ് നമ്മുടെ സ്ഥലങ്ങളിൽ നമ്മുടെ രാജ്യത്ത് കൂടി വരികയാണോ? നമ്മളുടെ മനസ്സ് തന്നെ വയലൻ്റ്, ഒന്നാമത് സിനിമകളും ഒത്തിരി അധികം വയലൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വയലൻസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക മാനസിക ഭാവം, റിവെഞ്ച് എന്ന് പറയുന്ന ഒരു ഭാവം, ഇതെല്ലാം ഇല്ലാതാക്കാനായിട്ട് ഈ അവസരത്തിൽ ആളുകൾ ശ്രദ്ധിക്കുമെന്നും ഈ ജാനുവരി 30 പ്രാധാന്യം തികച്ചും മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നുള്ള ആശയോടുകൂടി എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്കെല്ലാവരും സമാധാനത്തിൻ്റെ ഈ മെസ്സേജോടുകൂടി ജാനുവരി 30 ഓർമ്മയിലിരിക്കട്ടെ. മഹാത്മാഗാന്ധി സ്മൃതി ഇങ്ങനെ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ അഭിനന്ദനം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. താങ്ക് യു. रघुपति राघव राजा राम, पतित पावन सीताराम। रघुपति राघव राजा राम, पतित पावन सीताराम। सीताराम सीताराम, भज प्यारे तू सीताराम। सीताराम सीताराम, भज प्यारे तू सीताराम। ईश्वर अल्लाह तेरे नाम, सबको सन्मति दे भगवान। ईश्वर अल्लाह तेरे नाम, सबको सन्मति दे भगवान। रघुपति राघव राजा राम, पतित पावन सीताराम। रघुपति राघव राजा राम, पतित पावन सीताराम। सीताराम सीताराम, भज प्यारे तू सीताराम। सीताराम सीताराम, भज प्यारे तू सीताराम। ईश्वर अल्लाह तेरे नाम, सबको सन्मति दे भगवान। ईश्वर अल्लाह तेरे नाम, सबको सन्मति दे भगवान। रघुपति राघव राजा राम, पतित पावन सीताराम। रघुपति राघव राजा राम, पतित पावन सीताराम।
भगवान। ईश्वर अल्लाह तेरे नाम, सबको सन्मति दे भगवान। रघुपति राघव राजा राम, पतित पावन सीताराम। 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 ആരാധനായ ചെയർമാൻ ശ്രീ ബാലേന്ദ്ര സാർ, ശ്രീ ഡാർലി സാർ, ഗോവിന്ദ് സാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടിട്ട് 75 വർഷമായ ദിവസമാണ്. ഈ ദിവസം ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് മറ്റൊരു ദിവസമാണ്. 1915 ജനുവരി 9. അന്ന് ലണ്ടനിൽ നിന്ന് ഒരു കപ്പൽ ബോംബെയിൽ വന്നിറങ്ങുകയാണ്. അപ്പോൾ ആ കപ്പലിൽ സ്വാഭാവികമായിട്ടും വൈസ്രോയുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വന്നിറങ്ങുമ്പോൾ ഒരുപാട് ആളുകൾ, ബോംബെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ അത്രയേറെ ആളുകൾ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. വൈസ്രോയിയുടെ ആ പ്രതിപുരുഷന്മാർക്ക് അത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. പക്ഷേ പെട്ടെന്ന് ആളുകളുടെ ശ്രദ്ധ ആ വെള്ളക്കാരിൽ നിന്ന് ഒരു കറുത്ത മനുഷ്യനിലേക്ക് മാറുകയാണ്. ഒരു കറുത്ത മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി ഇറങ്ങി വരികയാണ്. ആ മനുഷ്യരെ കാണാനാണ് അവിടെ ആ ജനം മുഴുവൻ കൂടി നിൽക്കുന്നത്. അതാണ് നമ്മുടെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധി കപ്പലിൽ നിന്ന് ഇറങ്ങി ഈ ആളുകളുടെ അടുത്തേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഗാന്ധിക്ക് നടന്നു പോകാൻ കഴിയാത്ത വിധത്തിൽ ആൾക്കൂട്ടമായിരുന്നു. ആളുകൾ ഗാന്ധി ഇങ്ങനെ എടുത്തു പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരു പ്രതീതിയാണ്. സൗത്ത് ആഫ്രിക്കയിൽ അവിടുത്തെ ഇംഗ്ലീഷ് ഭരണകൂടവുമായി പലതരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുകയും അതിലൊക്കെ അഹിംസയുടെ മാർഗത്തിലൂടെ വിജയം വരിക്കുകയും ചെയ്ത ഗാന്ധിജി ഇന്ത്യ മുഴുവൻ ഒരു തരംഗമായി പടർന്നിരുന്നു എന്നതിൻ്റെ സൂചനയാണ് ആ ദിവസത്തെ ആൾക്കൂട്ടത്തിൻ്റെ ആവേശവും കണ്ടത്. ഗാന്ധി ശരിക്കും വാനോളം പുകഴ്ത്തുന്ന മീറ്റിങ്ങുകളാണ് തുടർന്നുണ്ടായത്. ബോംബെയിൽ ഒത്തിരി മീറ്റിങ്ങുകൾ നടന്നു, എല്ലാ ദിവസവും മീറ്റിങ്ങുകളാണ്. അതിനിടയിൽ ജനുവരി 17 ഒരു പ്രത്യേക മീറ്റിംഗ് ഉണ്ടായി. ഗുജറാത്തി സഭയുടെ മീറ്റിംഗാണ്. അപ്പോൾ ഗുജറാത്തിൽ നിന്നുള്ള ആളുകളുടെ ഒരു വലിയ സംവിധാനം തന്നെ ബോംബെയിലുണ്ട്. അന്നത്തെ ബോംബെ എന്ന് പറയുന്ന അതൊരു മെട്രോപൊളിറ്റൻ നഗരമാണ്. മദ്രാസ് ആണെങ്കിൽ കുറച്ചുകൂടി സൗത്ത് ഇന്ത്യയുടെ സ്വഭാവ സവിശേഷതകളുള്ളതും, കൽക്കത്ത അതുപോലെ ബംഗാളികളുടേതായതാണ്. എന്നാൽ ബോംബെ അതല്ല. ബോംബെ തികച്ചും മെട്രോപൊളിറ്റൻ, എല്ലാ ശൈലിയുള്ള ആളുകളുള്ള ഒരു സ്ഥലം. അവിടേക്ക് ആ ഗുജറാത്തിൽ നിന്നുള്ള ആളുകളുടെ മീറ്റിങ്ങിൽ ഒരുപാട് ആളുകൾ ഗാന്ധിജിയെ ഇങ്ങനെ പൊഴുത്തുകയാണ്. ഗുജറാത്ത് കണ്ട ഏറ്റവും മഹാനായ മനുഷ്യനാണ്, ഗുജറാത്തിൻ്റെ അഭിമാനമാണെന്നൊക്കെ പറയുമ്പോൾ ആ മീറ്റിങ്ങിൽ ഒരു മനുഷ്യൻ ലേശം അസ്വസ്ഥനാകുന്നുണ്ട്. ഗാന്ധിജിയുടെ സുഹൃത്തു കൂടിയാണ് അദ്ദേഹം. ഗാന്ധിജിയോടൊപ്പം ഗാന്ധിജിക്ക് അനവധി കത്തുകൾ എഴുതുകയും ഗാന്ധിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഗാന്ധിജിയുടെ അതേ നാട്ടുകാരന്, കത്തിയവാർ എന്നുള്ള ആളാണ്. അദ്ദേഹത്തെ നമ്മൾ അറിയും, മുഹമ്മദ് അലി ജിന്ന. അത് കഴിഞ്ഞിട്ട് ജിന്നയെ പ്രസംഗിക്കാൻ വിളിച്ചു. ജിന്ന ഗാന്ധിജിയെക്കുറിച്ച് ആളുകൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറ്റു പറയുന്നുണ്ട്. ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ ചെയ്ത കാര്യങ്ങൾ, അവിടുത്തെ ഇംഗ്ലീഷുകാരോട് ഒപ്പം നിന്നിട്ട് ഇംഗ്ലീഷുകാർക്ക് എതിർപ്പൊന്നും ഇല്ലാതെ തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്തൊക്കെ ജിന്ന എടുത്തു പറഞ്ഞൊരു വാചകമുണ്ട്. ഗാന്ധിജിക്ക് പറ്റിയ സ്ഥലം സൗത്ത് ആഫ്രിക്കയാണ്. അവിടെ ഗാന്ധിജിയെക്കാത്ത് ഇനിയും ഒരുപാട് അവസരങ്ങൾ ഇരിപ്പുണ്ട്. ഗാന്ധിജി അങ്ങോട്ട് പോയാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ഒരു പറച്ചിലുണ്ടായി. അത് ജിന്നയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ഒരു പറച്ചിലാണ്. കാരണം ഗാന്ധിജിയേക്കാൾ 7 വയസ്സ് ഇളപ്പമുള്ള മുഹമ്മദ് അലി ജിന്ന അതുവരെ കരുതിയിരുന്നത് അദ്ദേഹമാണ് ഏറ്റവും അറിയപ്പെടുന്ന ഗുജറാത്തി, അല്ലെങ്കിൽ ഗുജറാത്തികൾക്ക് അഭിമാനമുണ്ടാക്കുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് അലി ജിന്ന എന്നാണ്. കത്തിയവാറിൽ ഗാന്ധിജിയുടെ അച്ഛൻ പ്രധാനമന്ത്രിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ അച്ഛനും പ്രധാനമന്ത്രിയായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു പാരമ്പര്യമൊന്നും മുഹമ്മദ് അലി ജിന്നയ്ക്ക് അവിടെ അവകാശപ്പെടാനില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഗാന്ധി ആ മേഖലയിലേക്ക് കടന്നു വന്നാൽ തൻ്റെ പ്രാധാന്യം നഷ്ടമാകുമെന്ന് ജിന്നയ്ക്ക് തോന്നിയ നിമിഷമാണ്. എന്നാലും അതൊരു ഇൻസിഡൻ്റ് അങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത്
ബാലഗംഗാധര തിലക് വളരെ ശക്തനായ കോൺഗ്രസ് നേതാവായി വീണ്ടും പാർട്ടിയിലേക്ക് സജീവമാകുന്ന സമയമാണ്. അതിനും കുറേ വർഷം മുമ്പ് കോൺഗ്രസ് സമ്മേളനം അടിയിൽ കലാശിച്ച ഒരു രംഗം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, 1907. അതിനുശേഷം വീണ്ടും ഗംഗാധർ തിലക് ശക്തനായി മാറുമ്പോൾ അദ്ദേഹം ഗാന്ധി ഇങ്ങനെ പൂഴ്ത്തുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്തൊന്നും ഗാന്ധിജി ഒരു കോൺഗ്രസ്സുകാരനല്ല എന്നുള്ളതാണ്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്ന ഒരു ഇന്ത്യക്കാരൻ, ആ ശൈലിയിലാണ് ഗാന്ധിയെ നമ്മൾ വിലയിരുത്തേണ്ടത്. പക്ഷെ ഗാന്ധി ഇങ്ങനെ എല്ലാവരും പുകഴ്ത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഗാന്ധി അത് ഉൾക്കൊള്ളുന്നുണ്ട്. അതിനുശേഷം ഗാന്ധി അവിടെ നിന്ന് ഘോഷയാത്രയായിട്ട് ഗുജറാത്തിൽ വരികയും അഹമ്മദാബാദിലൊക്കെ ഒരുപാട് യോഗങ്ങളാണ്. അപ്പോൾ കത്തിയാവാറിലൊക്കെ വരുമ്പോൾ സകല സ്കൂളുകളും സകല സ്കൂളുകളും കോളേജുകളും സ്ഥാപനങ്ങളും ഷോപ്പുകളൊക്കെ ഓഫാക്കിയിട്ട് ജനം മുഴുവൻ ഇങ്ങനെ തെരുവിലായിരുന്നു ഗാന്ധിയെ കാണാനായി. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇത്രയും പേരും പെരുമയോടുകൂടി ഗാന്ധി മടങ്ങി വരുന്നില്ല. അഹമ്മദാബാദും കത്തിയവാറും എന്ന് വേണ്ട എല്ലാ സ്ഥലങ്ങളും ഗാന്ധിയെ കാണാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഒഴുകി വരികയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഫെബ്രുവരി മാസത്തിലാണ് ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഗുരുവായ ഗോപാലകൃഷ്ണ ഗോഖലെ കാണാനായിട്ട് പൂനെയിലേക്ക് വരുന്നത്. അപ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലെ കാണാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അദ്ദേഹം ലണ്ടനിലേക്ക് വന്നത്. അവിടെ വെച്ച് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് കാണാൻ പറ്റിയില്ല. തിരിച്ച് പൂനെ വരുമ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഗാന്ധിജിയെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ അടുത്ത സാരഥിയാക്കണമെന്നാണ് ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ആഗ്രഹം. അപ്പോൾ ഗാന്ധിയും ഗോപാലകൃഷ്ണ ഗോഖലെയും തമ്മിൽ ആ വിഷയം വളരെ കാര്യമായി സംസാരിക്കുമ്പോൾ മറ്റു മനുഷ്യൻ അടുത്ത് നിൽപ്പുണ്ട്, ഒരു ശ്രീനിവാസ ശാസ്ത്രി. അദ്ദേഹമാണെങ്കിൽ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ അടുത്ത അധികാരിയാകാൻ വേണ്ടിയുള്ള കുപ്പായം തച്ചു വെച്ചിട്ട് കാലം ഒരുപാടായി. അവിടേക്കാണ് പുതുതായി ഒരാൾ രംഗത്ത് വരുന്നത്, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അപ്പോൾ ഒരു അസ്വരസ്യം അവർ തമ്മിൽ പതുക്കെ ഉടലെടുത്ത് വരികയാണ്. ഗാന്ധിജിക്ക് ആ അസ്വരസ്യം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഗാന്ധിജി ഗോഖലെയോട് പറഞ്ഞു, ഞാൻ സൗത്ത് ആഫ്രിക്ക ചെയ്തതുപോലെ ഒരു ആശ്രമം ഗുജറാത്തിൽ കെട്ടിപ്പടുക്കാനാണ് ആഗ്രഹിക്കുന്നത്, അതിലേക്ക് അങ്ങ് എനിക്ക് അനുവാദം നൽകണം. അപ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിയോട് പറഞ്ഞു, എന്തായാലും മിസ്റ്റർ ഗാന്ധി ഒരു കാര്യം ചെയ്യും, എന്ത് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഒന്ന് കറങ്ങണം. ഇന്ത്യയിലെ ജനങ്ങളെ ഗാന്ധിക്ക് അറിയത്തില്ല. ഗാന്ധി വളരെ ചെറുപ്പത്തിൽ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയതാണ്. എന്താണ് ഇന്ത്യ, ഇന്ത്യയിലുള്ളത് ആരാണ്, അവരുടെ പ്രശ്നം എന്താണ്, അത് ഗാന്ധി അറിയണം. അറിഞ്ഞാൽ മാത്രമേ ഗാന്ധിക്ക് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ പറ്റൂ. അപ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലെ പറഞ്ഞ ആ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഗാന്ധി ഫെബ്രുവരിയിൽ നിന്ന് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ വരെയുള്ള മാസങ്ങളിൽ ഇങ്ങനെ യാത്ര തുടരുകയാണ്. ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു, ഇന്ത്യ മുഴുവൻ കറങ്ങുകയാണ്. അതിനുശേഷം ജൂലൈ ആയപ്പോൾ അദ്ദേഹം ഒരു ആശ്രമം ഗുജറാത്തിൽ സ്ഥാപിച്ചു. സബർമതി അല്ല, വേറൊരു ആശ്രമം. ആ ആശ്രമമൊക്കെ സ്ഥാപിക്കുമ്പോൾ 36 ആളുകളാണ് ഗാന്ധിക്ക് ഒപ്പമുള്ളത്. ആശ്രമത്തിൽ സന്തത സഹചാരികളായി അവരിങ്ങനെ വളർന്നു വരുമ്പോൾ ആദ്യമായി ഗാന്ധിക്ക് ഒരു ത്രട്ട് അനുഭവപ്പെടുന്നത് സെപ്റ്റംബർ മാസത്തിലാണ്. ഗാന്ധിജി വർണ്ണാശ്രമം എന്ന് പറയുന്ന ആ ഒരു ജാതി വ്യവസ്ഥ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പം 4 വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെയും ആ ആശ്രമത്തിൽ ഗാന്ധി ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ബ്രാഹ്മിൺസ് ഉണ്ട്, ക്ഷത്രിയരുണ്ട്, വൈശ്യരുണ്ട്, ശൂദ്രരുണ്ട്. അവരുടെ വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ അതിനകത്തുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു അപേക്ഷ വന്നിരിക്കുകയാണ്, ഒരു കുടുംബത്തിൻ്റെ അപേക്ഷയാണ്. അൺടച്ചബിൾസ് എന്ന് വിളിക്കുന്ന, തൊട്ടുകൂടാത്തവർ എന്ന് വിളിക്കുന്ന ഒരു കുടുംബം, അവർക്ക് ആശ്രമത്തിൽ അംഗത്വം കൊടുക്കണം, ഗാന്ധിക്കൊപ്പം കഴിയാനുള്ള അവസരം കൊടുക്കണം. അതൊരു വലിയ പ്രശ്നമായി വന്ന എന്താ പറയുക, വലിയ പ്രശ്നമായിട്ട് അനുഭവപ്പെടുകയാണ്. കാരണം 4 ജാതിയെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൂ, 4ാമത്തിന് പുറത്ത് നിൽക്കുന്ന അൺടച്ചബിൾസ്, തൊട്ടുകൂടാത്തവരാണ്, അവർ ദൃഷ്ടിയിൽ പോലും പെടാൻ പാടില്ല, അങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്ന ആളുകൾ ഇതാ ഗാന്ധിക്കൊപ്പം, അവിടെയുള്ള ആളുകൾക്കൊപ്പം കഴിയാൻ ആഗ്രഹിക്കുന്നു. ഗാന്ധി കുറേ ദിവസം ഇതിനെക്കുറിച്ച് ആലോചിച്ചു, എന്ത് ചെയ്യണം. വലിയ ത്രട്ടാണ്, ഗാന്ധിയെ സംബന്ധിച്ച് ശരിക്കും ചലഞ്ചിങ് ആയ ഒരു ആവശ്യമാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്നാലും ഗാന്ധിജി അവസാനം ആ തീരുമാനമെടുത്തു, അവരെ കൂടി ഉൾക്കൊള്ളിക്കാൻ. അവർ ഗാന്ധിജിയുടെ ആ ആശ്രമത്തിനുള്ളിലേക്ക് വന്നു. ഉടൻ പ്രശ്നം ആശ്രമത്തിനകത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. കസ്തൂർബ മുതൽ പ്രശ്നക്കാരിയാവുകയാണ്. അവിടെ ഒരു കിണറാണ് ഉള്ളത്. ആ കിണറ്റിൽ നിന്ന് അവരും കൂടി വെള്ളം കോരിയാൽ അത് പ്രശ്നമല്ലേ? തൊട്ടുകൂടാത്തവർ കോരുന്ന കിണറ്റിലെ വെള്ളം ഞങ്ങളെങ്ങനെ കോരും? അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, അവർ കോരുന്ന സ്ഥലത്ത് നിന്ന് മാത്രമേ ഞാൻ വെള്ളം കോരൂ. പതുക്കെ അദ്ദേഹത്തിൻ്റെ പിടിവാശിയാൽ ആ സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും ജാതിക്കപ്പുറത്തേക്ക് ഒരു ടീമായി കൊണ്ടുവരികയാണ്. ഇത് ഗാന്ധിജിയുടെ കണ്ണു തുറപ്പിച്ച ഒരു നിമിഷമാണ്. ഇന്ത്യയുടെ അവസ്ഥ എന്താണ് എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് ഗാന്ധിക്ക് അനുഭവപ്പെടുന്ന ഇവിടെയാണ്. അപ്പോൾ പതുക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഡിസംബറിൽ പുതിയ കോൺഗ്രസ് ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സമ്മേളനം ബോംബെയിൽ നടക്കുന്നത്. അപ്പോൾ ആ സമ്മേളനത്തിൽ ഒരു സന്ദർശകനോ അല്ലെങ്കിൽ ഒരു അതിഥി പോലെയൊക്കെയാണ് ഗാന്ധിജി പങ്കെടുക്കുന്നത്. 1915 കാര്യമാണ് പറയുന്നത്.
അപ്പോൾ അവിടെ ബാലഗംഗാധര തിലകും ആനി ബെസന്റും ഒക്കെ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതിന് ശേഷം ഫെബ്രുവരി ആയപ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലെ മരണപ്പെട്ടു. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജിയുടെ ലൈഫ് ചേഞ്ച് ചെയ്ത ഒരു മരണമാണ് ഗോപാലകൃഷ്ണ ഗോഖലെയുടെ മരണം. ഇല്ലെങ്കിൽ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ ഭാഗമായി ഒരു സാമൂഹ്യ സേവകനായി മാറുമായിരുന്ന ഗാന്ധിജിക്ക് അതിൽ നിന്ന് മാറാൻ കഴിഞ്ഞത് ഗോഖലെയുടെ ആകസ്മികമായിട്ടുള്ള പെട്ടെന്നുള്ള മരണമാണ്. ശ്രീനിവാസ ശാസ്ത്രി സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ ചുമതലയിലേക്ക് വന്നു. ഗാന്ധിജി പതുക്കെ പിന്നെയും രാഷ്ട്രീയത്തിലേക്ക് നീങ്ങുകയാണ്. അത് കഴിഞ്ഞ് പിന്നെയും ചലഞ്ചിങ് ആയ ഒരു സംഭവം ഉണ്ടാവുന്നത് ബനാറസ് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപന സമയമാണ്. അന്ന് വൈസ്രോയിയാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയയും ആനി ബെസന്റും ഒക്കെ സദസ്സിലുണ്ട്. അവരാണ് സംഘാടകർ. അവർ ക്ഷണിച്ചിട്ടാണ് ഗാന്ധിജി വരുന്നത്. ഗാന്ധിജി ആദ്യമായി ഒരു പബ്ലിക് ഫംഗ്ഷനിൽ പങ്കെടുക്കുകയാണ്. ഇതുവരെയുള്ള ഫംഗ്ഷൻസൊക്കെ സ്വകാര്യ സദസ്സുകളിൽ നടന്ന ചെറിയ ചെറിയ ഫംഗ്ഷൻസാണ്. വലിയ ആൾക്കൂട്ടമാണ്. ബനാറസിൽ നടക്കുകയാണ്. അപ്പം കാശി ക്ഷേത്രത്തിന് അടുത്തായിട്ടാണ് ബനാറസിൻ്റെ സർവകലാശാല വരുന്നത്. അവിടെയൊക്കെ കണ്ടിട്ടാണ് ഗാന്ധിജി അവിടേക്ക് വരുന്നത്. ഗാന്ധിജിക്ക് സംസാരിക്കാനായിട്ട് അവസരം കിട്ടിയപ്പോൾ, വൈസ്രോയി പോയതിനു ശേഷമാണ് അവസരം കിട്ടുന്നത്. ഗാന്ധിജി ആ സദസ്സിനോട് സംസാരിച്ചപ്പോൾ ഗാന്ധിജി പറഞ്ഞു, നമുക്ക് ഒരു കാഴ്ച ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഡിക്റ്റേറ്റീവുകളെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ വൈസ്രോയി വരുന്നത് പ്രമാണിച്ച് നിരത്തി ഷാഡോ പോലീസിനെ നിയമിച്ചിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും ഷാഡോ പോലീസാണ്. എന്തേ ഇത്രയും ഷാഡോ പോലീസ് ഇവിടെ വന്നിരിക്കുന്നു? കാരണം ഇതിനു മുമ്പ് 1912 ഇതേ വൈസ്രോയിയെ ദില്ലിയിൽ വെച്ച് ആളുകൾ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ ആ കൊല്ലപ്പെടുമെന്നുള്ള ഭീതി ഉള്ളത് കൊണ്ടാണ് ഇത്രയും ആളുകളേക്ക് ഇവിടെ നിയോഗിച്ചത്. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഗാന്ധിയുടെ ഒരു ചോദ്യമാണ്. ബ്രിട്ടീഷുകാരെ ബോംബെറിഞ്ഞ് കൊന്ന് ഭയപ്പെടുത്തി ഓടിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒരു ചോദ്യം ഗാന്ധിജി സദസ്സിനോട് ഇട്ടതാണ്. അല്ല അല്ല അല്ല, നമുക്ക് അവർ അധികാരം നൽകണമെങ്കിൽ അവരതിന് നിർബന്ധിതരാകണം. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ബോംബെറിയാനൊക്കെ ശ്രമിക്കുന്നത്. പക്ഷെ അതല്ല ശരിയായ രീതി. നമ്മൾ ഭരിക്കാൻ പ്രിപ്പയർഡ് ആണ് എന്ന് വന്നാൽ മാത്രമല്ലേ നമുക്ക് ഭരണം കിട്ടിയോണ്ട് കാര്യമുള്ളൂ. ഗാന്ധിജി അങ്ങനെ പറഞ്ഞപ്പോൾ ആളുകൾക്കൊരു സംശയം, നമ്മളിത് ഭരിക്കാൻ പ്രിപ്പയർഡ് അല്ലേ? ആളുകൾ സംശയത്തോടെ നോക്കിയപ്പോൾ ഗാന്ധിജി പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ? അപ്പോൾ ആളുകളൊക്കെ കൈപോക്കി. അവിടെ ഇരിക്കുന്ന ഒരുപാട് ഞങ്ങളൊക്കെ പോയിട്ടുണ്ടോ? ശരി, ആ ക്ഷേത്രത്തിൽ പോയിട്ടുള്ള ആളുകൾ ഒരു കാര്യം ശ്രദ്ധിച്ച് കാണും, അവിടെ മുഴുവൻ അഴുക്കാണ്, വൃത്തികേടാണ്. അവിടെ വൃത്തിയാക്കാൻ അറിഞ്ഞുകൂടാത്ത നമ്മളാണോ ഒരു രാഷ്ട്രത്തെ വൃത്തിയാക്കാൻ പോകുന്നത്, ഒരു രാഷ്ട്രത്തെ ഭരിക്കാൻ പോകുന്നത്? ഗാന്ധിജിയുടെ ആ ചോദ്യം ആ സദസ്സിന് അധ്യക്ഷം വഹിക്കുന്ന രാജാവിന് നന്നായിട്ടങ്ങ് കൊണ്ടു. രാജാവ് മാത്രമല്ല, ഒത്തിരി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും സൈനിക ഉദ്യോഗസ്ഥന്മാരും വിവിധ രാജ്യങ്ങളെ പ്രതികരിച്ചുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ട്. ഗാന്ധിജി പതുക്കെ പതുക്കെ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളുടെ ആ വേഗത കൂട്ടുകയാണ്. ഒരുപാട് ചോദ്യങ്ങൾ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് എതിരായിട്ട് മാറി. അദ്ദേഹം പറഞ്ഞു, മെക്കാള പ്രഭു ഇവിടെ ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നു. അദ്ദേഹം ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള അകലം ഇല്ലാതാക്കാനായിട്ടാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്നാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വിദേശിയുടെ ഭാഷയിൽ നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്താൽ ഈ അകലം ഇല്ലാതാവുമെന്ന്? നമുക്ക് വേണ്ടത് നമ്മുടെ ഭാഷയില്ലേ? നമ്മുടെ ഭാഷയെ കളഞ്ഞിട്ട് ഒരു വിദ്യാഭ്യാസം കൊണ്ടുവന്ന മെക്കോളോ ശരിയാണോ? ഗാന്ധിജി മെക്കോളയ്ക്ക് എതിരായിട്ട് 1, 2, 3 എന്നിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ പെട്ടെന്ന് സദസ്സിനകത്തൊരു ആവേശം വരികയാണ്. ഇത് കണ്ടത് ആനി ബെസന്റ് ചാടി എണീറ്റു. ഗാന്ധിയോട്, ഗാന്ധി മിസ്റ്റർ ഗാന്ധി നിർത്ത്. ആനി ബെസന്റ് നിർത്താൻ പറഞ്ഞപ്പോൾ സദസ്സ് പറഞ്ഞു, നിർത്തരുത് ഗാന്ധി തുടര്. അവിടെ ഒരു 2 അഭിപ്രായം ഉണ്ടാവുകയാണ്. ഗാന്ധി ബ്രിട്ടീഷ് സർക്കാരിന് എതിരായി സംസാരിച്ചു തുടങ്ങുമ്പോൾ ആനി ബെസന്റും മദൻ മോഹൻ മാളവിയും അധ്യക്ഷം വഹിക്കുന്ന രാജാവും സൈനിക ഉദ്യോഗസ്ഥരും മറ്റു പ്രമുഖരും ഒക്കെ വല്ലാത്ത അസ്വസ്ഥരായി. ഇതൊരു വലിയ പ്രശ്നമായി മാറുകയും അവസാനം ആ മീറ്റിംഗ് അവിടെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. ഗാന്ധിജിയാണ് ഇന്ത്യയിൽ ആദ്യമായി ബ്രിട്ടീഷുകാർ അധികാരത്തിൽ എത്തിയതിനു ശേഷം അവരുടെ സാന്നിധ്യത്തിൽ ഇത്ര പരസ്യമായി അവർക്കെതിരായി അവരുടെ കുറ്റങ്ങൾ എണ്ണി പറഞ്ഞ ആദ്യത്തെ വ്യക്തി. ഗാന്ധിജിയുടെ ഒരു ധൈര്യം നമ്മൾ നോക്കണം. ഗാന്ധിജി കോൺഗ്രസിൽ ആരുമല്ല. ഗാന്ധിജി ഇന്ത്യയിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം അറിയാവുന്ന ഒരു കാലഘട്ടത്തിൽ അത്രയും വലിയ സദസ്സിൽ അത്രയും ആളുകളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അങ്ങനെ ഒരു അഭിപ്രായം പറയാനുള്ള കരുത്ത്, അതാണ് ഗാന്ധിജിയെ നമ്മൾ ഈ അറിയുന്ന ഗാന്ധിജിയിലേക്ക് മാറ്റിയത്. തുടർന്നുണ്ടാകുന്ന ഓരോ സന്ദർഭങ്ങളും അതുപോലെയാണ്. കുറെ കൂടി കഴിഞ്ഞപ്പോൾ അടുത്ത വർഷം കാൺപൂരിലായിരുന്നു കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത്. അവിടെ ചമ്പാരൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു കർഷകൻ എത്തിയിരുന്നു, ഒരു മിസ്റ്റർ ശുക്ല. അദ്ദേഹം അന്നത്തെ എന്താ പറയുക, കിരീടം വയ്ക്കാത്ത രാജാവ് എന്നൊക്കെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വിളിക്കാവുന്ന ആള്
ശ്രീ ബാലഗംഗാധർ തിലകാണ്. തിലകിനെ കണ്ട് കാര്യം പറഞ്ഞു, ആനി ബസന്റിനെ കണ്ട് കാര്യം പറഞ്ഞു. ഇവർ രണ്ടുപേരും ഹോം റൂൾ പ്രസ്ഥാനം സെപ്പറേറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ആളുകളാണ്. രണ്ടുപേരും ഇഷ്ടംപോലെ ട്രെയിനിൽ ആളുകളെ ഈ സമ്മേളനത്തിലേക്ക് കൊണ്ടുവന്നവരുമാണ്. അവരുടെ ആളുകളാണ് അവർ നിറഞ്ഞിരിക്കുന്നത്. ആ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് ബാലഗംഗാധർ തിലകിനോട് ശുക്ല അദ്ദേഹത്തെ സഹായിക്കാനായി ചമ്പാരനിൽ ഇടപെടണമെന്ന് പറഞ്ഞപ്പോൾ അത് നിരസിച്ചു. ഗാന്ധിയെ കണ്ടപ്പോൾ ഗാന്ധിയോടും പറഞ്ഞു. ഗാന്ധിയും അതിനകത്ത് വലിയ താല്പര്യം കാണിച്ചില്ല. ഗാന്ധി അവിടെ നിന്ന് തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് വന്നപ്പോൾ അവിടെ ഈ ശുക്ലയുണ്ട്. ഗാന്ധി അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് സമയമില്ല. അദ്ദേഹം വീണ്ടും തിരിച്ച് അഹമ്മദാബാദ് ആശ്രമത്തിൽ എത്തുമ്പോൾ അവിടെ ഈ ശുക്ലയുണ്ട്. ശുക്ല ഇങ്ങനെ വിടാതെ പിന്തുടരുകയാണ്. ഗാന്ധി എന്ന വ്യക്തിക്ക് ആ പ്രശ്നത്തിൽ ഇടപെടാൻ കഴിയുമെന്നൊരു തോന്നൽ ഈ ഇദ്ദേഹത്തിനുണ്ടായി. ഗാന്ധിജി സാവധാനം ആ ചമ്പാരൻ പ്രശ്നത്തിലേക്ക് ഇടപെട്ടു. അവിടെ വരുമ്പോൾ നീലം കർഷകരുടെ ഒരു പ്രശ്നമാണ്. നിങ്ങളൊക്കെ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ കർഷകർക്കൊരു വിഷയമുണ്ട്. അവരുടെ കൃഷിഭൂമിയിൽ നിർബന്ധമായിട്ടും നീലം കൃഷി ചെയ്യണം. നീലം മീൻസ് നമ്മളെ കളർ, ഇൻഡിഗോ. ആ കൃഷി ചെയ്തില്ല എങ്കിൽ അഡീഷണൽ ടാക്സ് കർഷകർ സർക്കാരിന് അടയ്ക്കണം. ഒരു വല്ലാത്ത നിയമമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട കൃഷി ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ സാധാരണ വ്യവസ്ഥ. പക്ഷെ അങ്ങനല്ല, അവർ പറയുന്ന കൃഷി ചെയ്യണം, കൃഷി ചെയ്തില്ലെങ്കിൽ ടാക്സ് കൊടുക്കണം. ഇതൊരു കരി നിയമമാണ്. ഈ കരി നിയമത്തിനെതിരായിട്ട് ആളുകൾ ആകെ വയലൻ്റായി നിൽക്കുമ്പോഴാണ് ഗാന്ധിജി അവിടെ വരുന്നത്. ഗാന്ധിജി വരുന്നെന്ന് അറിഞ്ഞതും അവിടുത്തെ ആ ജില്ലാ ഭരണകൂടം ഗാന്ധിയെ ആ പ്രശ്നത്തിൽ ഇടപെടുന്നത് തടയുകയാണ്. പതുക്കെ പതുക്കെ ഗാന്ധിജി അവിടെയുള്ള ആളുകളുമായി സംസാരിച്ച് ഏകദേശം ഒരു 7000-ഓളം ആളുകളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് ഗാന്ധിജി ആ പ്രശ്നത്തിൽ സജീവമായി ഇടപെട്ടു. ഗാന്ധിജി ആ പ്രശ്നത്തിൽ ഇടപെട്ടു എന്ന് മാത്രമല്ല, അവരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തു. ആ കരിനിയമം പിൻവലിക്കപ്പെട്ടു. അതിനൊരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി ഗാന്ധിജിയും അംഗമായി. അങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഉദയം അതെങ്ങനെയായിരിക്കണമെന്ന് ഗാന്ധിജി തൻ്റെ അനുയായികളെ പഠിപ്പിച്ചതാണ്. ഒരു പ്രശ്നം ആളുകൾ അനുഭവപ്പെടുന്നു പറയുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ വ്യാപ്തി നന്നായി പഠിച്ച് ആ പ്രശ്നത്തിനകത്ത് ഇറങ്ങി ആ പ്രശ്നത്തെ പരിഹരിച്ചുകൊണ്ടാണ് ഗാന്ധിജി അവർ മുഴുവൻ തന്നിലേക്ക് കൂട്ടിയത്. ഒരു രാഷ്ട്രീയ നേതാവ് എന്തായിരിക്കണം എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയായി അത് മാറി. ഇങ്ങനെ 1 by 1 ആയിട്ട് ഒന്നൊന്നായി ഗാന്ധിജി ഓരോ പ്രശ്നങ്ങളിങ്ങനെ ഇടപെട്ട് വരുമ്പോഴാണ് അടുത്ത സംവിധാനം ഉണ്ടാകുന്നത്. അത് റൗലറ്റ് നിയമമാണ്. ഒരു കരി നിയമം തന്നെ ഇന്ത്യയിൽ വന്നു. ബ്രിട്ടീഷ് സർക്കാരിനെതിരായിട്ടുള്ള സകല വിധത്തിലുമുള്ള എതിർപ്പുകളെ അടിച്ചമർത്താനായി കൊണ്ടുവന്ന ഒരു നിയമം. ആ നിയമം വളരെ സിമ്പിളാണ്. ആ നിയമത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുടെ വിചാരണ ഒരു കാരണവശാലും പബ്ലിക് അറിയാൻ പാടില്ല, പത്രങ്ങളിൽ കൊടുക്കാൻ പറ്റത്തില്ല. ഇൻ ക്യാമറ എന്ന് പറയും, നമ്മൾ രഹസ്യ വിചാരണയാണ്. അപ്പോൾ രഹസ്യ വിചാരണയ്ക്കകത്ത് അവരുടെ കോടതി, അവരുടെ പോലീസ്, അവരുടെ വക്കീൽ എന്നൊക്കെ പറയുമ്പോൾ എന്ത് വിധിച്ചാലും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെതിരായിട്ടൊരു വലിയ പ്രക്ഷോഭം തന്നെ ഗാന്ധി സംഘടിപ്പിക്കുകയാണ്. ആ സമയത്ത് ഗാന്ധിജിയുടെ ഭാഗ്യം എന്ന് പറയുന്നത് ബാലഗംഗാധര തിലക് ഒരു കേസുമായി ബന്ധിപ്പിച്ച് ലണ്ടനിലായി പോയതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഗാന്ധിജി അതിൻ്റെ ഒരു അധികാരം ഏറ്റെടുക്കുകയാണ്. അത് സംഭവിക്കുന്നത് 1919 ഏപ്രിൽ 6-നാണ്. അദ്ദേഹം ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഇന്ത്യ ഒട്ടാകെ ഒരു ഹർത്താൽ. ഇന്ത്യയുടെ ഒരു ചരിത്രത്തിലും അതിനു മുമ്പ് കേട്ടുകേൾവിയില്ലാത്ത ഒരു രംഗത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിക്കുകയാണ്. ദില്ലിയും കാൺപൂരും അഹമ്മദാബാദും കൽക്കത്തയും ബോംബെയും മദ്രാസും എന്ന് വേണ്ട സകല സ്ഥലങ്ങളും, കറാച്ചിയും സിന്ധിലെ മൊത്തം സ്ഥലങ്ങളും, ലാഹോറും റാവൽപിണ്ടി ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളും പൂർണ്ണമായും നിശ്ചലമായി. സകല ഷോപ്പുകളും അടഞ്ഞു. സകല ആളുകളും ജോലിക്ക് പോകാതെ ഹർത്താലിൽ പൂർണ്ണമായി സഹകരിക്കുകയാണ്. പൂർണ്ണമായ ഭരണകൂടത്തിനെതിരായുള്ള എതിർപ്പ് പ്രകടിക്കപ്പെടുകയാണ്. ഇതിനു മുമ്പ് ഇന്ത്യക്ക് ഒരുപാട് ചരിത്രമുണ്ട്. ഒരു ചരിത്രത്തിലും നമ്മൾ കേട്ടുകേൾവിയില്ലാത്തതാണ് ഈ ശൈലിയിലുള്ള ഒരു കോർഡിനേഷൻ. ഇന്ന് നമ്മൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന ശൈലിയിലുള്ള വാർത്താവിനിമയ സംവിധാനങ്ങൾ ഇല്ലാതിരുന്നൊരു കാലഘട്ടമാണ് എന്ന് നമ്മൾ ഓർക്കുക. എന്നിട്ടും ഇന്ത്യ മുഴുവൻ ഒരു തരംഗം പോലെ ഗാന്ധിജിയുടെ ആ പ്രഖ്യാപനം, ഗാന്ധിജിയുടെ ആവശ്യം പടരുകയും അത് ഒരു വലിയ സംഭവമായി മാറിയത് ബ്രിട്ടീഷ് സർക്കാർ ആദ്യമായി ഒന്ന് ആടി ഉലഞ്ഞ നിമിഷമാണ്. ഗാന്ധിജി ദില്ലി വഴി പഞ്ചാബിലേക്ക് പോകുന്നു എന്ന് അറിഞ്ഞതും പഞ്ചാബ് സർക്കാർ ഉടൻ അതങ്ങ് ഒരു ഓർഡർ ഇടുകയാണ്. ഗാന്ധിയെ പഞ്ചാബിലേക്ക് കയറുവാൻ അനുവദിക്കത്തില്ല. ഒരു റെസ്ട്രിക്ഷൻ ഓർഡർ. അത് വലിയ പ്രശ്നമായി മാറി. എന്ന് പറഞ്ഞാൽ അഹമ്മദാബാദിലെ മിൽ തൊഴിലാളികൾ മുഴുവൻ നിരത്തിലിറങ്ങി അവർ ബ്രിട്ടീഷ് സർക്കാരിനെതിരായിട്ട് സമരം നടത്തുന്നതിൻ്റെ ഭാഗമായി വലിയ അക്രമങ്ങൾ അരങ്ങേറാൻ തുടങ്ങിയപ്പോൾ പോലീസ് ഇറങ്ങി വെടിവെച്ചു. 23 പേരാണ് സ്പോട്ടിൽ കൊല്ലപ്പെട്ടത്. ഒരുപാട് ആളുകൾക്ക് പരിക്ക് പറ്റി. ഗാന്ധിജി ഭാരതത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഒരു അക്രമത്തിൽ ആളുകൾ കൊല്ലപ്പെടുകയാണ്. അത് സംഭവിക്കുന്നത് ഈ പറഞ്ഞ ഏപ്രിൽ 8-നാണ്. അത് കഴിഞ്ഞ്
ഈ സംഭവം അറിഞ്ഞപ്പോൾ ഗാന്ധിജി നേരെ അഹമ്മദാബാദിലേക്ക് വന്നു. ഗാന്ധിജി എത്തുന്നത് ഏപ്രിൽ 13-നാണ്. ആ ദിവസം പഞ്ചാബിൽ മറ്റൊരു വിഷയം ഉണ്ടാവുകയാണ്. സുവർണക്ഷേത്രത്തിലേക്ക് വന്ന ആളുകളും അവിടെ നിരോധനം അനുഭവിക്കുന്ന ആളുകളും ഒക്കെ ചേർന്ന് സുവർണക്ഷേത്രത്തിന് സമീപമുള്ള ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന ആ മൈതാനത്ത് ഒന്നിച്ചുകൂടി. ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ 2 ടൈപ്പ് ആളുകൾ അവിടെ ഉണ്ട്. ഒന്ന്, ക്ഷേത്രത്തിൽ വന്ന ആളുകൾ കാറ്റുകൊള്ളാനും സംസാരിക്കാനായിട്ട് വന്നതാണ്. മറ്റൊന്ന്, അവിടെയുള്ള നിയമത്തിനെതിരായി പ്രതിഷേധിക്കാനായി ഒത്തുകൂടിയ ആളുകൾ. അപ്പോൾ ഗാന്ധിജിയെ പഞ്ചാബിലേക്ക് കയറ്റാത്തതിൻ്റെ ഒരു പരിണിത ഫലങ്ങളാണ് സംഭവിക്കുന്നത്. ജനം ഇങ്ങനെ കൂടുന്ന ആ സമയത്ത് അന്നത്തെ ജില്ലാ സർക്കാർ മാർഷൽ നിയമം, അതായത് പട്ടാള നിയമം പ്രഖ്യാപിച്ചിട്ട് ജില്ലാ ഭരണത്തിൻ്റെ അധികാരം ബ്രിഗേഡിയർ ജനറൽ ഡയറിന് കൈമാറി. അപ്പോൾ ഡയർ അവിടെ കവചിത വാഹനത്തിൽ വരുമ്പോൾ നിറയെ ആളാണ്. അദ്ദേഹം വാഹനം നിർത്തി, വാഹനത്തിൽ നിന്ന് ഇറങ്ങി നടന്ന് ആ എന്താ പറയുക ജാലിയൻ വാലാബാഗ് മൈതാനത്തേക്ക് പോവുകയാണ്. തൊട്ടുപുറകെ അദ്ദേഹത്തിനോട് പത്താൻകാരുടെയും ഗൂർഖകളുടെയും 2 റെജിമെൻ്റ് ഉണ്ട്, അവരുമുണ്ട്. ഒരു വൻ സൈന്യം തന്നെ അവിടെ വരികയാണ്. അവർ വന്ന ആ ഗേറ്റ് അങ്ങ് വളഞ്ഞു. അവിടെ കൂടിയിരുന്ന ആളുകളെ അടുത്ത ഏതാനും നിമിഷങ്ങൾ കൊണ്ട് വെറുതെ അങ്ങ് നിറയൊഴിക്കുകയാണ്. ആൾക്കൂട്ടം ഒരു സ്ഥലത്തേക്ക് ഓടിപ്പോകാതിരിക്കാൻ വേണ്ടി ഓടിപ്പോകാൻ കഴിയുന്ന ഭാഗത്തൊക്കെ ഇവരങ്ങ് നിന്നിട്ട് നിറയൊഴിക്കുകയാണ്. സ്പോട്ടിൽ കൊല്ലപ്പെട്ടത് 400 ആളുകളാണ്. 1600 ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. അതിക്രൂരമായ ഒരു നരനായാട്ടിന് നമ്മൾ വേദിയാവുകയാണ്. ഗാന്ധിജി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ വിവരം അറിയാൻ കഴിഞ്ഞത് പിന്നെയും മാസങ്ങൾ കഴിഞ്ഞിട്ടാണ്. കാരണം സകല വിധത്തിലുമുള്ള വാർത്തകൾ പുറത്തേക്ക് പോകുന്നത് അവിടെ നിരോധിച്ചിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള വാർത്ത ചോരാതെയാണ് ഇതൊക്കെ ചെയ്തത്. ജൂൺ മാസത്തിലാണ് വിവരം പറയുന്നത്. സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞത്, ഇതുപോലുള്ള ഒരുപാട് കർമ്മങ്ങളിലൂടെ, ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെ ഗാന്ധി ഇങ്ങനെ കടന്നു പോവുകയാണ്. ഓരോ വിഷയങ്ങളിലും ഗാന്ധി ഇടപെട്ടു. ജാലിയൻ വാലാബാഗിൽ മാത്രമല്ല, തുടർന്നുണ്ടായ ഓരോ വിഷയങ്ങളിൽ ഇടപെടുകയാണ്. പതുക്കെ ഗാന്ധിജി കോൺഗ്രസിനകത്തേക്ക് സ്വാധീനം ചെലുത്തി വരുമ്പോൾ അടുത്ത മരണം സംഭവിക്കുകയാണ്. അത് ശ്രീ ബാലഗംഗാധര തിലകിൻ്റെയാണ്. അതോടുകൂടി ഗാന്ധിജിയായി കോൺഗ്രസിൻ്റെ അവസാന വാക്ക്. ഗാന്ധിജി 2ാമത്തെ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ ഇതുപോലെ ആനി ബെസന്റ് സംസാരിക്കാൻ എണീറ്റപ്പോൾ ആളുകൾ ആനി ബെസന്റിനെ സംസാരിക്കാൻ അനുവദിക്കാതെ കൂവി ഇരുത്തുകയായിരുന്നു. തൊട്ടു മുമ്പ് 2 വർഷം മുമ്പ് ആനി ബെസന്റ് ഇടപെട്ടപ്പോൾ ഇവിടെ ആനി ബെസന്റ് വെറും കാഴ്ചക്കാരിയുമാണ്. അതായത് പതുക്കെ അധികാരം കോൺഗ്രസ് പാർട്ടിയുടെ അനിശ്ചിതനായ നേതാവ്, ഓംനിപൊട്ടന്റ് ലീഡർ എന്നൊക്കെ പറയുമ്പോൾ അത് ഗാന്ധിജിയായി മാറുകയാണ്. അന്ന് മുതൽ തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ വർഷങ്ങളിലും കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരിക്കണമെന്ന്, കോൺഗ്രസ് പാർട്ടിയുടെ നയം എന്തായിരിക്കണമെന്ന് തീരുമാനിച്ച് ഗാന്ധിജിയുടെ കഥ അങ്ങനെ കടന്നു പോവുകയാണ്. അങ്ങനെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഞാൻ വേഗം തീർക്കുകയാണ്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്ന ദിവസത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മൗണ്ട് ബാറ്റൺ ഗാന്ധിയെ ലൂട്ടൻസ് ബംഗ്ലാവിലേക്ക്, ഇന്നത്തെ രാഷ്ട്രപതി ഭവനിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. ഒരു സിമ്പിൾ ആവശ്യമാണ് അദ്ദേഹത്തിനുള്ളത്. ഗാന്ധി കൽക്കത്തേക്കൊന്ന് പോകണം. അവിടെ ഒരു പ്രശ്നമുണ്ട്. തൊട്ട് മുമ്പിലത്തെ വർഷം, അതായത് 1946 അവിടെ ഒരു പ്രശ്നമുണ്ടായി. അന്നത്തെ അവിടുത്തെ ഭരണാധികാരി സുഹ്രവർത്തിയുടെ നേതൃത്വത്തിൽ ഒരു കലാപം അവിടെ അരങ്ങേറിയിരുന്നു. ആ കലാപത്തിൻ്റെ ഭാഗമായി ഒരുപാട് ഹിന്ദുക്കളാണ് കൊല്ലപ്പെട്ടത്. വീണ്ടും ആ ഹിന്ദു മുസ്ലിം കലാപം അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അതൊന്ന് തടുക്കാൻ ഗാന്ധിക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഗാന്ധിയെ അങ്ങോട്ട് അയക്കാനായി മൗണ്ട് ബാറ്റൺ ആഗ്രഹിച്ചത്. മൗണ്ട് ബാറ്റൻ്റെ ആഗ്രഹം ഉൾക്കൊണ്ടുകൊണ്ട് ഗാന്ധിജി അവിടെ വരികയാണ്. ഒരു ഷെവർലെ കാറിൽ ഗാന്ധിജി അവിടെ വരുമ്പോൾ ശരിക്കും കലാപകലുഷിതമായ മേഖലയാണ്. ഗാന്ധിയെ കണ്ടതും ആളുകൾ കല്ലെറിയാൻ തുടങ്ങി. പിറ്റേ ദിവസം, അതായത് ഗാന്ധിയെ കല്ലെറിയുന്നതിൻ്റെ പിറ്റേ ദിവസം ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ദിവസമാണ്. ചെങ്കോട്ടയിൽ നമ്മൾ കൊടി ഉയർത്താൻ പോവുകയാണ്. അതിൻ്റെ തലേ ദിവസം ആഗസ്റ്റ് 14 ഗാന്ധിയുടെ വാഹനം ഹൈദരാലി ഹൗസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നീങ്ങുമ്പോൾ ആളുകൾ ചുറ്റും നിന്ന് കല്ലെറിയാണ്, ചെരിപ്പെറിയാണ്. ഗാന്ധിജി ഇറങ്ങുമ്പോൾ കുറേ ആളുകളാണ്. ഒരു മെല്ലിച്ച മനുഷ്യൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അക്ഷരാർത്ഥത്തിൽ 77 വയസ്സുള്ള ഗാന്ധി ആ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതൊരു അവിശ്വസനീയമായ രംഗമാണ്. ഒരു കാറ്റടിച്ചാൽ വീഴാവുന്ന അത്ര കനമേ ആ സമയത്ത് ഗാന്ധിക്കുള്ളൂ. ആ സമയത്താണ് ഗാന്ധിക്ക് നേരെ കല്ലുകളും എന്താ പറയുക ചെരുപ്പുകളൊക്കെ പാഞ്ഞു വരുന്നത്. ഗാന്ധി സാധാരണഗതിയിൽ ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നതിന് വിരുദ്ധമായൊരു കാര്യമാണ് ചെയ്തത്. കല്ലെറിയുന്ന ആളുകളുടെ നേരെ ഗാന്ധി അങ്ങ് നടക്കുകയാണ്. കയ്യിൽ കല്ല് വെച്ചിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു പോയൊരു നിമിഷമാണ്. അവർ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ നിശബ്ദരായി നിന്നുപോയി. ആ മനുഷ്യനെ എറിയാനാണ് അവർ കല്ലെടുത്തത്, ആ മനുഷ്യനെ എറിയാനാണ് അവർ ചെരുപ്പ് ഉയർത്തത്. പക്ഷെ ആ മനുഷ്യൻ ഇതാ അവർക്ക് നേരെ നടന്നു വരികയാണ്. നടന്ന് അവരുടെ അടുത്തേക്ക് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു,
നിങ്ങൾക്ക് ഞാൻ ദൂരത്ത് നിൽക്കുമ്പോൾ എന്നെ എറിഞ്ഞു കൊള്ളിക്കാൻ പറ്റില്ലല്ലോ, അടുത്ത് വന്നാൽ നിങ്ങൾക്ക് സുഖമായിട്ട് എറിയാം. പ്ലീസ്, എറിയാനായി തയ്യാറാവാൻ നിൽക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ടാർഗറ്റ് ആകാനുള്ള ആ മനുഷ്യൻ്റെ ആ വാചകം പെട്ടെന്ന് ഒരു ചലനം അവിടെ ഉണ്ടാക്കുകയാണ്. പലരുടെയും കയ്യിലിരുന്ന കല്ലുകൾ അവർ പോലും അറിയാതെ താഴേക്ക് വീണു. ആ ഒരു നിമിഷം സ്വതന്ത്ര ഭാരത ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കപ്പെടുകയാണ്. സാവധാനം ആ ആൾക്കൂട്ടം വളർന്നു വലുതായി. പിറ്റേ ദിവസം സ്വതന്ത്ര ഇന്ത്യയിലേക്ക് പുതിയ പതാക ഉയരുമ്പോൾ, നമ്മുടെ ഭാരതത്തിൻ്റെ പതാക ഉയർന്ന എല്ലാവരും അതിൻ്റെ ആഘോഷത്തിലേക്കുമ്പോൾ ഇവിടെ ഹൈദരാലി ഹൗസിന് മുമ്പിൽ വലിയൊരു ഉപവാസമാണ്. ഇതുപോലെ 10-20 ആളുകളല്ല, പതുക്കെ പതുക്കെ ആളുകൾ കൂടി 10 ലക്ഷത്തോളം ആളുകൾ ആ മൈതാനത്ത് അങ്ങനെ കൂടി. ആ ആളുകളുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. അവർ ആയുധങ്ങൾ ഉപേക്ഷിച്ചിട്ട് അവിടെ വന്നതാണ്. അതിൻ്റെ എൻ്റെ റിസൾട്ട് കൽക്കത്തയിൽ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. ഭൂമിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ കലാപം അതാണ് മൗണ്ട് ബാറ്റൻ അവിടെ പ്രതീക്ഷിച്ചത്. മൗണ്ട് ബാറ്റൻ്റെ കയ്യിലുണ്ടായിരുന്ന 55,000 വരുന്ന സൈന്യത്തെ അദ്ദേഹം പഞ്ചാബിൽ വിന്യസിച്ചിരിക്കുകയാണ്. അവിടെ പഞ്ചാബിനെ 2ആയി വിഭജിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ഭാഗത്തും പാകിസ്ഥാൻ ഭാഗത്തുമായിട്ട് അവിടെ വൻ കലാപം നടക്കുകയാണ്. ബംഗാളിനെ അതേപോലെ 2ആയി വിഭജിച്ചിരിക്കുകയാണ്. അവിടെ ഒരു കലാപം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആ കലാപം ഒരാളുടെ പോലും മരണത്തിലേക്ക് നീങ്ങാതെ ആ മുഴുവൻ ആളുകളെയും ആ നിമിഷം നിശബ്ദരാക്കാൻ കഴിഞ്ഞ ആ രംഗത്തെക്കുറിച്ച് ശ്രീ രാജഗോപാൽ ആചാര്യ പറഞ്ഞൊരു വാചകമുണ്ട്. ഗാന്ധിജി അതിന് മുമ്പ് എന്തായിരുന്നു അതിനുശേഷം എന്തായിരുന്നു എന്നുള്ളതൊന്നും വിഷയമല്ല. പക്ഷേ ഈ ഒരു രംഗമുണ്ടല്ലോ, 10 ലക്ഷത്തിലധികം ആളുകളെ, ആയുധധാരിക ആളുകളെ, അവർ മുഴുവൻ പേരുടെയും ആയുധത്തെ താഴേക്ക് ഇടിപ്പിക്കാൻ കഴിഞ്ഞ ഗാന്ധി, അത് ലോകത്ത് വേറെ ആർക്കെങ്കിലും ഏതെങ്കിലും യുഗത്തിൽ പോലും സാധിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് രാജഗോപാൽ ആചാര്യയുടെ അഭിപ്രായം. അദ്ദേഹം പറഞ്ഞു, ഇത് സംഭവിക്കണമെങ്കിൽ ഗാന്ധിജിക്ക് മാത്രമേ പറ്റൂ. ഗാന്ധിജിക്ക് മാത്രമേ ആളുകളെ ഇങ്ങനെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റൂ. ഇത് ഒരു രംഗമാണ്. ഇതുപോലെ ഒത്തിരി രംഗങ്ങളാണ് ഗാന്ധിജിയുടെ ലൈഫിലുണ്ടായത്. ഒരുപാട് ആളുകൾ, അനവധി ത്രട്ടുകൾ, അത് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധിപ്പിച്ചുണ്ടാവട്ടെ, അധികൃതരുമായി ബന്ധിപ്പിച്ചാവട്ടെ, അന്ധൈക്യരുമായിട്ടുള്ള ഉടക്കലാവട്ടെ, ഏത് സമയത്താണെങ്കിലും ഗാന്ധിജിക്ക് ആളുകളെ കൺവിൻസ് ചെയ്യിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ കൺവിൻസ് ചെയ്യിക്കാൻ ഗാന്ധിജിക്ക് പറ്റാതെ പോയത് ഇന്നേക്ക് 75 വർഷം മുമ്പ് ഒരു ദിവസമാണ്. അന്ന് ഇതേപോലെ വൈകുന്നേരം 4 മണിയായി. 4 മണിക്ക് സർദാർ പട്ടേലും അദ്ദേഹത്തിൻ്റെ മകൾ മണിവൻ പട്ടേലും ബിർള ഹൗസിൽ എത്തിയിരിക്കുകയാണ് ദില്ലിയിലെ. ശരിക്കും സംഘർഷഭരിതമായ ദിവസമാണ്. പട്ടേലിൻ്റെ രാജിക്കത്ത് പട്ടേൽ നേരത്തെ തന്നെ ഗാന്ധിജി കൈമാറിയിരിക്കുകയാണ്. ഗാന്ധിജി പറഞ്ഞിരിക്കുകയാണ്, 2ൽ ഒരാൾ മതി, നെഹ്റു അല്ലെങ്കിൽ പട്ടേൽ, 2ൽ ഒരാൾ മതി മന്ത്രിസഭയിൽ എന്നുള്ള ഒരു ശൈലിയിലേക്ക് വരികയാണ്. നൈസാമിൻ്റെ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാക്കണമെന്ന അഭിപ്രായമാണ് പട്ടേലിനുള്ളത്. നെഹ്റു ആണെങ്കിൽ അവിടെ സൈന്യത്തെ അയക്കാൻ വിസമ്മതിക്കുകയാണ്. സൈന്യത്തെ അയക്കാതെ ഹൈദരാബാദിനെ ഇന്ത്യയുടെ ഭാഗമാക്കാൻ കഴിയില്ല എന്ന് പൂർണ്ണമായി ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് പട്ടേൽ. നെഹ്റു അതിനെ എതിർക്കുന്നത് കൊണ്ട് ഇനി ഈ മന്ത്രിസഭയിൽ തുടരാൻ തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് പട്ടേൽ രാജിക്കത്തുമായി ഗാന്ധിജി അടുത്ത് നിൽക്കുന്നത്. ഗാന്ധിജിയും ഇവർ തമ്മിലുള്ള വഴക്ക് ഒഴിവാക്കാനായിട്ട് ഒരാളെ പിൻവലിക്കാൻ ആഗ്രഹിക്കുന്ന സമയമാണ്. ആ ചർച്ച പതുക്കെ 2 പേരും മന്ത്രിസഭയിൽ തുടരുന്നതിലേക്ക് നീങ്ങുകയാണ്. നെഹ്റു എത്തിയിട്ടില്ല, പട്ടേലും പട്ടേലിൻ്റെ മകളും മാത്രമേ ഉള്ളത്. ഏകദേശം ഒരു 5 മണി വരെ ആ ചർച്ചയായപ്പോൾ ഗാന്ധിജിയുടെ 2 അരുമ ശിഷ്യർ മനുവും അഭയും അവർ പറഞ്ഞു, പ്രാർത്ഥനയ്ക്കുള്ള സമയമായി. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് കൃത്യസമയത്ത് നടത്തുന്ന ഒന്നാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് സമയമായി എന്ന് പറഞ്ഞപ്പോൾ പട്ടേൽ അവിടെ നിന്ന് ഇറങ്ങി. പട്ടേൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് നീങ്ങുമ്പോൾ ഗാന്ധിജി മനുവിൻ്റെയും അഭയുടെയും തോളിൽ കൈകിട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 10 മിനിറ്റാണ്. അവരിങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. കുറച്ച് ദൂരേ ഉള്ളൂ. ആ മുറിയിൽ കൂടി ഇറങ്ങി പുറത്ത് ഇപ്പോൾ ഗാന്ധി സ്മൃതി എന്നറിയപ്പെടുന്ന ആ സ്ഥലം, അതിൽ കൂടെ അദ്ദേഹം അടിവെച്ച് മുന്നോട്ട് വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒന്ന് തൊഴുതു. അപ്പോൾ പെട്ടെന്ന് മനു അയാളെ തടുത്തു. സമയമില്ല എന്ന് പറഞ്ഞു മനുവിനെ തള്ളി മാറ്റിയിട്ട് അയാൾ ഗാന്ധിയുടെ നേരെ നിറയൊഴിക്കുക 3 തവണ. വെടിയേറ്റ് ഗാന്ധി ഒത്തിരി ദൂരേക്ക് തെറിച്ചു വീണു. ഈ സംഭവം അറിഞ്ഞ് പട്ടേലാണ് ആദ്യം ഓടിയെത്തുന്നത്. തൊട്ടുപുറകെ മൗണ്ട് ബാറ്റൻ ഓടിയെത്തുന്നു. ആളുകൾ എന്താ പറയുക, അക്ഷരാർത്ഥം ഞെട്ടിപ്പോയിരിക്കുകയാണ്. രാഷ്ട്രപിതാവിനെ ഇതാ വെടിവെച്ച് വീഴ്ത്തിയിരിക്കുന്നു. വൈകുന്നേരം 5:17 അവിടെ ഓടിയെത്തിയ മൗണ്ട് ബാറ്റൻ ആദ്യം പറഞ്ഞത്, ഇത് ചെയ്തത് ഒരു ഹിന്ദുവാണ്. കാരണം ഹിന്ദു മുസ്ലിം കലാപത്തിലേക്ക് സംഭവം നീങ്ങരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് അദ്ദേഹം അങ്ങനെ പ്രഖ്യാപിച്ചത്. ഈ നിമിഷം ഈ വാർത്ത ലോകം മുഴുവൻ പരന്നിട്ടുണ്ട്. ലോകത്ത് അതിനു മുമ്പോ അതിന് ശേഷമോ ആരുടെയെങ്കിലും മരണം
ലോകത്തെ മുഴുവൻ നിശ്ചലമാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഗാന്ധിജിക്ക് മാത്രം. അതിന് മുമ്പുമില്ല, അതിന് ശേഷവുമില്ല. ലോകം തന്നെ നിശ്ചലമാവുകയാണ്. ഇന്ത്യയിലെ എല്ലായിടത്തും ആളുകൾ എവിടെയൊക്കെ നിൽക്കുന്നു അവിടെ നിശ്ചലാവുകയാണ്. വാഹനങ്ങൾ റോഡിൽ ഇട്ട സ്ഥലത്ത് അവിടെ നിർത്തുകയാണ്. വാഹനങ്ങൾ പോകുന്ന ആളുകൾ വാഹനം ഉപേക്ഷിച്ച് അവിടെ ഇറങ്ങി നടക്കുകയാണ്. ലോകം മുഴുവൻ നിശ്ചലമാണ്. അത് ഭാരതത്തിൽ മാത്രമല്ല, യൂറോപ്പിലെമ്പാടും US-ലും എന്നിവയുടെ സകല സ്ഥലത്തും സകലരും നിശ്ചലരായിപ്പോയി. ഗാന്ധിജി വെടിവെച്ച് കൊല്ലുകയോ മഹാത്മജി വെടിവെച്ച് കൊല്ലുകയോ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെ അത് സംഭവിച്ചു. ഗാന്ധിജിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റാതെ പോയത് ആ മത തീവ്രവാദികളെ മാത്രമാണ്. അതിനു മുമ്പ് ഗാന്ധിജി പരിചയപ്പെടുകയും ഗാന്ധിജിയോട് സംസാരിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും ഗാന്ധിജിയുടെ മാർഗത്തിലേക്ക്, നന്മയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിരുന്നു. പക്ഷെ പറ്റാതെ പോയ ആളുകൾ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നു. അതിൻ്റെ കാരണം നമുക്ക് ഏവർക്കും അറിയാം. ഗാന്ധിജി സമന്വയത്വത്തിൻ്റെ ആളാണ്, ഒന്നിച്ചു ചേരുന്ന ആളാണ്. ഒന്നിച്ചു പോയാൽ കാര്യങ്ങൾ നല്ലതാകില്ല എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മുന്നിൽ കണ്ട ആളുകൾ ആ ഒന്നിച്ചു പോകലിനെ അനിവാര്യമായി ഇല്ലാതാക്കാൻ വേണ്ടി ആകണം ഗാന്ധിജി വെടിവെച്ച് വീഴ്ത്തിയെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. താങ്ക് യു. സമാജം ഗാന്ധിയൻ ആശയപ്രചരണത്തിന് വേണ്ടി വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിവിധങ്ങളായ കർമ്മപരിപാടികൾ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മുൻപ് നമ്മൾ കേരളത്തിൽ ഗാന്ധിവചനങ്ങൾ എന്നൊരു ചെറിയ പുസ്തകം ഇറക്കിയിട്ടുണ്ടായിരുന്നു, പോക്കറ്റ് പുസ്തകം. എല്ലായിടങ്ങളിലും എല്ലാവരുടെയും കയ്യിൽ ആ പുസ്തകം ഉണ്ടാകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതെല്ലാ ഭാഷകളിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ്. അത്തരമൊരു പുസ്തകം, ഗാന്ധിവചനങ്ങൾ, ഗാന്ധിയുടെ ലഘു ജീവചരിത്രവും ഗാന്ധിജിയുടെ സന്ദേശവും കുറച്ച് ഫോട്ടോസും ചേർന്ന ചെറിയ പുസ്തകമാണ്. ആളുകൾക്ക് വാങ്ങാൻ കഴിയുന്ന നിലയിൽ ചെറിയ വിലയ്ക്ക് അത് നൽകുവാനാണ് നാം ഉദ്ദേശിക്കുന്നത്. ഗാന്ധി സ്മാരക പ്രസ്ഥാനങ്ങളുമായി ലോകത്തെമ്പാടും നിരവധി പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തും ലോകത്തും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ തന്നെയും ഭാരതീയ സമാജം പോലുള്ള ഒരു വലിയ മഹത്തായ പ്രസ്ഥാനം, സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ പുനർനാമകരണം ചെയ്യപ്പെട്ട് രൂപപ്പെട്ട ഈ മഹാപ്രസ്ഥാനം ഗാന്ധിയൻ ആശയപ്രചരണത്തിന് വേണ്ടി തീവ്രമായ ഒരു പ്രവർത്തനത്തിലേക്ക് കടക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഗാന്ധി ഭാരത് എന്നൊരു പ്രസ്ഥാനം ആരംഭിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് ഞാനിന്നിവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഗാന്ധി ഭാരത്, രാജ്യത്തും ലോകത്തും പ്രവർത്തിക്കുന്ന മുഴുവൻ ഗാന്ധിയൻ പ്രസ്ഥാനങ്ങളുടെയും അറിവും വിവരവും എല്ലാം ഇവിടെ ലഭ്യമാക്കുന്ന ആശയപ്രചരണത്തിന് വേണ്ടി ഒരു പ്രസ്ഥാനം, ഗാന്ധി ഭാരത്. ഞാൻ അതിൻ്റെ ചുമതല ഇപ്പം തൽക്കാലം ആരെയും ഏൽപ്പിക്കുന്നില്ല. ആർക്കാണ് ഇതിൻ്റെ ചുമതല ഏറ്റെടുക്കാൻ താല്പര്യമെന്ന് വെച്ചാൽ അവർക്ക് നേരിട്ട് ശ്രീമതി ജയാ ശ്രീകുമാറിനെയോ മഞ്ജു ശ്രീകണ്ഠനെയോ കണ്ട് വിവരം അറിയിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാം ആർക്ക് ആ ചുമതല ഏറ്റെടുക്കാം എന്നുള്ളത്. ഗാന്ധി ഭാരത്. ഓക്കെ, തീർച്ചയായും. जनगण मन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा। विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा। तव शुभ नामे जागे तव शुभ आशीष मांगे। गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे।